ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഗൾഫിലേക്ക് പോരുന്ന സമയത്ത് ഹാൻഡ് ബാഗിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, മേക്കപ്പ് കൊണ്ടുപോകാൻ പറ്റും, മേക്കപ്പ് ബോക്സിൽ ഐറ്റം പറ്റുമോ, അതുപോലെ കത്രിക പറ്റുമോ, അങ്ങനെ പല കാര്യങ്ങളും ഡൗട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വീക്കിൽ ഞാൻ അധികം നിങ്ങൾക്കുള്ള വീഡിയോസ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോഴുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ഫുഡ് ഐറ്റംസ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഹാൻഡ് ബാഗിൽ വെക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ. ഹാൻഡ് ബാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ലഗേജ് ആയിട്ട് നമ്മൾ വിടും. നല്ല വെയിറ്റ് ഉള്ള ബോക്സ് ഉണ്ടല്ലോ, 30 കിലോ 25 കിലോ ഉള്ളതൊക്കെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് വിടും. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കയ്യിൽ പിടിക്കുന്ന ബാഗ് ഉണ്ട്. നമ്മൾ ലേഡീസ് ആണെങ്കിൽ നമ്മുടെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടാകും. അതിനകത്താവും നമ്മുടെ മേക്കപ്പ് ഐറ്റംസും മറ്റ് സാധനങ്ങളും എല്ലാം. നമ്മളത് മൊബൈലും ചാർജറും എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ടാവും. ലാപ്ടോപ്പ് ബാഗ് ഉണ്ടാവും കയ്യിൽ. അത് കൂടാതെ നമ്മുടെ കയ്യിലൊരു ട്രോളി ബാഗും നമുക്ക് പിടിക്കാം. 7 കിലോ വരെ സാധനങ്ങൾ അതിനകത്ത് വെക്കാം. മാക്സിമം 7 കിലോഗ്രാമാണ് അലൗഡ്. എന്നാലും നമ്മൾ മലയാളികൾ പോരാൻ നേരത്ത് വല്ല പലതും നിറക്കും അല്ലേ, കറിവേപ്പിലായിട്ടും പപ്പടായിട്ടും പലതും കണ്ടിട്ടുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഞാൻ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വെക്കരുത്, കാരണം നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ച് വരുന്ന സമയത്ത് ഇതൊക്കെ വെച്ച് വരും. എന്നാൽ നമ്മൾ കസ്റ്റംസിൽ അത് അവർ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം എടുത്ത് പുറത്തിടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഐറ്റംസ് Hello everyone, my name is Shahan. I'm from Sri Lanka. So why I'm here today, I want to inform you about ഐറ്റംസ്. കത്തികൾ ചെറുതാവട്ടെ വലുതാവട്ടെ, കത്തി ഒരിക്കലും ഹാൻഡ് ബാഗിനകത്ത് നിങ്ങൾ വെക്കരുത്. അതായത് ഷാർപ്പുള്ള ഇങ്ങനത്തെ ഒരു ഐറ്റം പറ്റില്ല. നമ്മൾ പിന്നെ കത്തി കത്രിക എന്നുള്ള, അപ്പോൾ കത്തികൾ പറ്റൂല. കത്രികകൾ ഏത് കത്രിക ആയിക്കോട്ടെ, ചെറുതോ വലുതോ ആവട്ടെ, കത്രിക വെക്കാൻ പറ്റില്ല. ഞാൻ മുമ്പ് ഇവിടുന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഉള്ള ടാഗ് കട്ട് ചെയ്യാൻ അങ്ങനെ പല കാര്യത്തിനും എന്ത് ചെയ്യും, അതെടുത്ത് വെക്കും. എന്തെങ്കിലും നമുക്കൊരു ഇത് വേണമെന്ന് വെച്ചിട്ട് അവിടെ ചെന്നപ്പോൾ അവരെടുത്ത് മാറ്റി. പിന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തിട്ടാണ് കസ്റ്റംസ് ക്ലിയറിൻ്റെ അങ്ങോട്ട് പോകുന്നത്. പുറത്ത് നമ്മുടെ ആർക്കും അത് കൊണ്ടു കൊടുക്കാനും നമുക്ക് പറ്റില്ല. എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്തല്ലേ കസ്റ്റംസ്. പിന്നെ കത്രിക, അപ്പോൾ മനസ്സിലല്ലോ, കത്തി കത്രിക പിന്നെ കത്രിക കട്ടറും നെയിൽ കട്ടറുകൾ ഇങ്ങനെയുള്ള പറ്റില്ല. മറ്റ് ചെറിയ ചെറിയ ടൂൾസുകളൊന്നും പറ്റില്ല. നമ്മൾ പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്യുന്നത് പോലെ ബോക്സ് ഉണ്ടാവും, ഇതിനകത്തും ഉണ്ടാവില്ല ഇതുപോലെ ചെറിയ ചെറിയ അല്ലേ ടൂൾസുകളായിട്ട് നമുക്ക് കാണുന്നില്ലേ. ഇതൊക്കെ ഷാർപ്പായിട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ആണ്. ഇതും അലൗഡ് അല്ല. പിന്നെ അതുപോലെ നമ്മുടെ ടൂൾസുകൾ, ഇനിയിപ്പോൾ നിങ്ങൾ തിരക്കിൽ പിടിച്ചു പോരുന്ന സമയത്ത് നിൽക്കൊരു സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പെട്ടെന്ന് അതിനകത്ത് വെക്കും. അതേപോലെ തന്നെ നമ്മൾ ഗൾഫിൽ പോരുന്ന സമയത്ത് നമ്മൾ നല്ല ധൃതിയിൽ പെട്ടിയൊക്കെ എല്ലാം സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ മക്കളുണ്ടെങ്കിൽ ഇവർ ഓരോ സാധനങ്ങൾ അതിൻ്റെ അകത്തൂടെ കൊടുന്നിടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആയിക്കാരത് കാണുന്നത്. അപ്പോൾ അത് പിന്നെ എന്തായാലും പുറത്തേക്ക് കളയേണ്ടി വരും. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ആവശ്യമുള്ള വല്ല സാധനങ്ങളൊക്കെ മക്കളെ പെട്ടിക്കകത്തേക്ക് ഇടുന്നില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. മക്കളെ അടുത്ത് നിർത്തണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോക്സൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ചെറുതായിട്ടാണെങ്കിലും ഇങ്ങനത്തെ ടൂൾസ് ഒന്നും പറ്റൂല. പിന്നെ പിക്കിൾസ്, ഇങ്ങനെയുള്ള പിക്കിൾസും കാര്യങ്ങളൊന്നും അതിനകത്ത് പറ്റൂല. പിന്നെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മലയാളികൾ കാര്യമായിട്ട് വെക്കേഷന് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയണം കേട്ടോ. പോകുന്ന സമയത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഈ 3 നമുക്ക് എന്തായാലും വേണമല്ലോ. പിന്നെ സാമ്പാർ പൊടിയായി, ഫിഷ് മസാല, പല സംഭവങ്ങളും അല്ലേ ഒക്കെ പിന്നെ കൊണ്ടുപോയിരിക്കാറ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലഗേജിലുള്ള പെട്ടിയിൽ നമുക്ക് എത്രയും വെക്കാം കേട്ടോ. ശരിക്കും നിങ്ങൾ പാക്ക് ചെയ്തിട്ട് വെച്ചാൽ മതി. എന്ന് വെച്ചിട്ട് ധൃതിയിൽ പെട്ടെന്ന് പോരുന്ന സമയത്തേക്കാരത് എടുത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഹാൻഡ് ബാഗിനകത്തേക്ക് ഇത് വെക്കാൻ ശ്രമിക്കേണ്ട. അവരെടുത്ത് കളയും, നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, പിന്നെ കുട്ടികളുടെ ടോയ് ഗണ്ണ്, ഇതുപോലുള്ള ടോയ് ഗണ്ണ്, ബാറ്ററികൾ, അതുപോലുള്ള സാധനങ്ങൾ, സ്പോർട്സ് ഐറ്റംസ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഹാൻഡ് ബാഗിനകത്ത് നിങ്ങൾ വെക്കല്ലേ. പിന്നെ ഉള്ളതാണ് നമ്മൾ സാധാരണ ബ്രൗൺ കാർട്ടൂൺ ബോക്സ് ഇല്ലേ, അത് പിന്നെ പെട്ടി ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ടേപ്പുകൾ കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളതും നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട്, ഞാൻ ചെയ്തിട്ടുണ്ട് ഇതേ മിസ്റ്റേക്ക് തന്നെ, ഹാൻഡ് ബാഗിനകത്ത്. മുമ്പൊക്കെ ഞാൻ അങ്ങനത്തെ ബോക്സാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഹാൻഡ് ബാഗിനകത്ത് അത് വെക്കും. ഇൻ കേസ് നമുക്കത് ഓപ്പൺ ആക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും ബോക്സ് ചെയ്യാലോ എന്ന് വെച്ചിട്ട് വെക്കും. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതും പറ്റില്ല. ഇതവർ കസ്റ്റംസ് എന്ന് അവരെടുത്ത് പുറത്തിടും.
ഇനി അടുത്തതാണ് ഇതുപോലെ തന്നെ ഈ ബോക്സ് കെട്ടുന്ന സമയത്ത് ആളുകൾ ഇതുപോലെ റോപ്പ് കൊണ്ട് ഇങ്ങനെ കയറ് വെച്ചിട്ട് കെട്ടും. അപ്പോൾ ബോക്സിനൊരു പിടുത്തം കിട്ടാനുള്ള. അപ്പോൾ അതിൻ്റെയും ബാക്കി ആളുകൾ എന്ത് ചെയ്യും, മലയാളികൾ നമ്മുടെ സ്വഭാവം അറിയാലോ അല്ലേ, അതും അവിടെ കയ്യിലൊരു ബാഗിൽ ഇതിലെങ്കിലും വെക്കും. ഇനി അവിടുന്ന് ആവശ്യമുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട്, അങ്ങനെ ആവശ്യമുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ കയറ് വെക്കണ്ട കേട്ടോ. അപ്പോൾ അതും എടുക്കണ്ട, ടേപ്പും വേണ്ട, അതൊക്കെ പുറത്തേക്ക് വെച്ചിട്ട് പോരും. ഇനി അടുത്തതാണ് ലൈറ്റ്. സിസറും ഇതൊക്കെ ചെയ്യുന്നവർ, എന്താ പറയുക, സ്മോക്കിംഗ് ഒക്കെ ഉള്ളവരൊക്കെ ചിലരൊക്കെ ഉണ്ടാവില്ല. അപ്പം ലൈറ്റർ ഒരു കാരണവശാലും ലൈറ്റർ നിങ്ങൾ അതിനകത്ത് വെക്കരുത്. അതുപോലെ മാച്ച് ബോക്സ്, തീപ്പെട്ടി ഇങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാൻഡ് ബാഗിനകത്ത് വെക്കണ്ട. അടുത്തതാണ് ഇനി ലിക്വിഡ് ഐറ്റംസ്. നിങ്ങൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു മേക്കപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ, ഷാമ്പു കൊണ്ടുപോകാൻ പറ്റുമോ, ഇതൊക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ ബോക്സിന് എന്താ ലഗേജിലേക്ക് വെച്ചുകൊണ്ട് ശരിക്കും പാക്ക് ചെയ്തിട്ട്, അതില്ലെങ്കിൽ ഹാൻഡ് ബാഗിനകത്ത് നമുക്ക് ടോട്ടൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു 1000 ml വരെയുള്ള സാധനങ്ങളാണ് കൊണ്ടുവരാൻ പറ്റുക. പക്ഷെ 1000 ml ഒന്നിച്ച് 1 ലിറ്റർ നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഒരു ബോക്സിന് ഒരു ഇത് കണ്ടില്ല, ഇപ്പോൾ ഷാമ്പൂ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഒന്നിനകത്ത് 100 മില്ലിയാണ് മാക്സിമം ഉണ്ടാകാൻ പാടുള്ളൂ. 100 മില്ലിയിൽ കൂടുതലുള്ള ഐറ്റംസ് അവർ അലൗ ചെയ്യില്ല. അപ്പോൾ 100 മില്ലിയിൽ ഒരു 10 എണ്ണം നിങ്ങൾക്ക് കൈ പിടിക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഷാമ്പൂവിൻ്റെ ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ്റെ അങ്ങനത്തെയൊക്കെ ഒരു ബോട്ടിൽ 100 മില്ലിയുടെ കൂടുതലുള്ളതോ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഹാഫ് ബോട്ടിലായിട്ടുണ്ടാവും. പക്ഷെ എയർപോർട്ടിൽ നിന്ന് അവർ നോക്കുക നിങ്ങൾ എത്ര അതിന് യൂസ് ചെയ്തിട്ട് ഇനി എത്ര അതിൽ ലിക്വിഡ് ഐറ്റംസ് ഉണ്ടെന്നുള്ള അവർ നോക്കുക. അവർ നോക്കുന്നത് ആ ഒരു ബോക്സ് എത്ര ml ആണെന്നാണ്. അതിൽ ഐറ്റംസ് എത്രയെന്നൊന്നും അവർ നോക്കില്ല, അവർ ആ ബോക്സ് എത്ര ml ആണ് നോക്കുന്നത്. അപ്പം നിങ്ങൾ കൊണ്ടുവരുന്നത് എന്തോ ആവട്ടെ, ഷാമ്പൂ ആവട്ടെ, എന്തെങ്കിലും ക്രീമുകളാവട്ടെ, അത് 100 ml കൂടുതലുള്ളത് എടുക്കരുത്. പിന്നെ മൊത്തം നിങ്ങൾക്കൊരു 10 എണ്ണം വരെ അങ്ങനെ 100 ml പിടിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലൊരു സിപ്പ് ലോക്ക് ആയിട്ടുള്ളൊരു ബാഗിനകത്ത് വെക്കുക. അപ്പോൾ ഈ ബാഗിനകത്ത് വെക്കുമ്പോൾ 1 or 2 ബാഗൊക്കെ ഇവർ സമ്മതിക്കും. നമ്മൾ കുറേ ബാഗാക്കി വെച്ചാൽ അവർ സമ്മതിക്കൂല, അവരെടുത്ത് പുറത്തിടും. അപ്പോൾ കഴിവതും ഒരു ബാഗിനകത്ത് തന്നെ വെച്ചോണ്ടും. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറേ എടുക്കണ്ട. നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത്, ഇപ്പം നിങ്ങൾക്ക് അത്രയും മേക്കപ്പ് ഒക്കെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മാത്രം ഇതിൽ വെക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ ലഗേജിൽ വെച്ചോ. എല്ലാം കൂടെ ഇതിനകത്ത് നമുക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളൊരു പക്ഷെ നന്നായിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില ഐറ്റംസ് ഒക്കെ ഇക്കാരം, പക്ഷെ ലിക്വിഡ് ആണെന്ന് പറഞ്ഞാൽ അവർ അത് പുറത്തേക്ക് ഇട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം നിങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റമൊക്കെ വെറുതെ ഇങ്ങനെ കൊടുങ്ങാണ്ട് അവരവിടെ നിന്ന് എടുത്ത് പുറത്തിടേണ്ട കാര്യമല്ല. ഓക്കെ, കണ്ടില്ലേ? ഇപ്പം ഇതുപോലെ നമ്മുടെ ലിപ്സ്റ്റിക്ക്, ലിക്വിഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും കാര്യമൊക്കെ എല്ലാം ഇങ്ങനെ ഒരു സിപ്പ് ലോക്ക് ബാഗിലേക്ക് വെച്ചോണ്ടു. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ. പിന്നെ അടുത്തത് നമ്മൾ മെഡിസിൻ നമുക്ക് നമ്മളിങ്ങനെ എന്താ പറയുക ലിക്വിഡ് ആയിട്ടും അല്ലാത്ത മെഡിസിൻ അല്ലാത്ത എത്രയും നമുക്ക് കൊണ്ടുവരാം, പക്ഷേ പ്രിസ്ക്രിപ്ഷൻ വേണം. അപ്പോൾ ഇതിൽ ലിക്വിഡ് ആയിട്ടുള്ള മെഡിസിൻ്റെ കാര്യത്തിൽ അത് നമുക്ക് 100 ml കൂടുതലുള്ളതായിരുന്നു, കാരണം മെഡിസിൻ്റെ കാര്യമാണല്ലോ. പക്ഷെ അതിൻ്റെ പ്രോപ്പർ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം, അത് അവർ അലൗഡാണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം പറയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കസിന് അങ്ങനെ എയർപോർട്ടിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ മരുന്ന് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് കയ്യിലില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ, ന്യൂ റൂള് പ്രകാരം അവർ നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 100 ml കൂടുതൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇനി അടുത്താണ് നമ്മൾ മക്കൾക്ക് ഉള്ള മിൽക്കില്ലേ, ഇതുപോലെ ഫോർമുല ഇതായിട്ടുള്ള മിൽക്കുകൾ ഉണ്ടാവും. അപ്പോൾ അത് എത്ര ml ആണെങ്കിലും പ്രശ്നമില്ല, 100 ml കൂടുതലാണെങ്കിലും അത് നിങ്ങൾക്ക് പിടിക്കാം. അങ്ങനെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതല്ലേ. പക്ഷെ നിങ്ങൾ ടോട്ടൽ നോക്കുമ്പോൾ 1000 ml കൂടുതൽ സാധനം ഉണ്ടാവരുത്. ഓക്കെ. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇത്രയും സാധനങ്ങൾ അതിൽ വെക്കരുത്. മെയിൻലി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഷാർപ്പായിട്ടില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന, കാരണം ഫ്ലൈറ്റ് കയറിയാൽ എന്താ പറയുക സേഫ് അല്ലാത്ത കാര്യങ്ങളെല്ലാം അവർ അവിടുന്ന് പുറത്ത് നമ്മളിടുന്ന് വാങ്ങി വെക്കും. ഓക്കെ. ഇതിൽ ഓരോ സംഭവം നോക്കുമ്പോൾ, അതേപോലെ നമ്മൾ സ്പ്രേ ഉണ്ടല്ലോ, പെപ്പർ സ്പ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗേൾസൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങൾ, അങ്ങനത്തെ പ്രശ്നമുള്ള ഒരു സാധനങ്ങളും ഇതിനകത്ത് വെക്കാതിരിക്കുക. പിന്നെ പവർ ബാങ്ക് നിങ്ങൾക്ക് ഹാൻഡ് ബാഗിലാണ് വെക്കേണ്ടത്, ലഗേജിലല്ല വെക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഹാൻഡ് ബാഗ് എങ്ങനെ ചെയ്യാന്നുള്ളതും ക്ലിയറായി. ഇനി അടുത്ത വീഡിയോ നിങ്ങൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വെക്കേഷന് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള തന്നെയാണ് കേട്ടോ. വേറൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ